സങ്കീർത്തന ധ്യാനത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധ നാമത്തിൽ കർത്തൃനാമത്തിൽ നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ദൈവജനമേ, വചനം കേൾക്കുവാനും അതിൽ മറഞ്ഞിരിക്കുന്ന സത്യങ്ങൾ ധ്യാനിക്കാനുമായി ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ അവസരത്തിൽ നമ്മുടെ സ്വർഗീയ പിതാവിൻ്റെ മഹത്വത്തെ ആരാധിക്കുവാനും നമ്മെ ഇപ്പോഴും ജീവിപ്പിക്കുന്ന അവിടുത്തെ അനന്തകരുണയ്ക്കും ദയയ്ക്കും നന്ദി അറിയിക്കാനുമുള്ള അവസരമാണ്. അവിടുന്ന് നമ്മെ അവിടുത്തെ ദിവ്യ ഉദ്ദേശം പിന്തുടരാനുള്ള ഈ അവസരത്തിനും ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിക്കാം. നമ്മുടെ പിഴവുകളും പാപങ്ങളും തുറന്ന് സമ്മതിച്ച് അവിടുത്തെ ക്ഷമയും കൃപയും തേടാം. ദൈവവചനം മനസ്സിലാക്കുവാനും അതിലെ സത്യങ്ങൾക്കായി നമ്മുടെ ഹൃദയവും മനസ്സും തുറക്കുവാനും സ്വർഗീയ ജ്ഞാനം നൽകണമേ എന്നും അപേക്ഷിക്കാം. നമ്മുടെ വാക്കുകളിലും പ്രവൃത്തികളിലും ചിന്തകളിലും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ജീവിതം നയിക്കുവാൻ പരിശ്രമിക്കാം. സഹോദരങ്ങളെ, അവിടുന്ന് ഏൽപ്പിച്ച ദൗത്യം പരിശുദ്ധിയോടെ പൂർണ്ണതയോടെ നിറവേറ്റുവാൻ കരുണ തേടാം. ലോകമെമ്പാടുമുള്ള അനേകം ആവശ്യങ്ങൾക്കായി കർത്താവിൻ്റെ സ്നേഹവും സമാധാനവും സംരക്ഷണവും യഥാസമയത്തെത്തുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളുടെ ഈ യാചനകൾ ദയാപൂർവം ശ്രവിച്ച് ഉത്തരമരുളണമേ. ആമേൻ. പരിശുദ്ധാത്മാവെ, എഴുന്നള്ളി വരണമേ. കർത്താവെ, ഇതാ ഞങ്ങൾ അവിടുത്തെ വചനത്തിനായി കാതോർക്കുന്നു. ഞങ്ങളിൽ വന്ന് നിറയണമേ. 141 സങ്കീർത്തനം. സായാഹ്ന പ്രാർത്ഥന. കർത്താവെ, ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു, വേഗം വരണമേ. ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ചെവി തരണമേ. എൻ്റെ പ്രാർത്ഥന അങ്ങയുടെ സന്നിധിയിലെ ധൂപാർച്ചനയായും ഞാൻ കൈകൾ ഉയർത്തുന്നത് സായാഹ്ന ബലിയായും സ്വീകരിക്കണമേ. കർത്താവെ, എൻ്റെ നാവിന് കടിഞ്ഞാണിടണമേ. എൻ്റെ അധര കവാടത്തിന് കാവൽ ഏർപ്പെടുത്തണമേ. എൻ്റെ ഹൃദയം തിന്മയിലേക്ക് ചായാൻ സമ്മതിക്കരുതേ. അക്രമികളോട് ചേർന്ന് ദുഷ്കർമ്മങ്ങളിൽ മുഴുകാൻ എനിക്ക് ഇടയാക്കരുതേ. അവരുടെ ഇഷ്ടവിഭവങ്ങൾ രുചിക്കാൻ എനിക്ക് ഇടവരുത്തരുതേ. എൻ്റെ നന്മയ്ക്ക് വേണ്ടി നീതിമാൻ എന്നെ പ്രഹരിക്കുകയോ ശാസിക്കുകയോ ചെയ്യട്ടെ. എന്നാൽ ദുഷ്ടരുടെ തൈലം എൻ്റെ ശിരസ്സിനെ അഭിഷേകം ചെയ്യാൻ ഇടയാകാതിരിക്കട്ടെ. എൻ്റെ പ്രാർത്ഥന എപ്പോഴും അവരുടെ ദുഷ്പ്രവൃത്തികൾക്കെതിരാണ്. അവരുടെ ന്യായാധിപന്മാർ പാറയിൽ നിന്ന് തള്ളി വീഴ്ത്തപ്പെടും. അപ്പോൾ എൻ്റെ വാക്ക് എത്ര സൗമ്യമായിരുന്നെന്ന് അവർ അറിയും. വിറക് കീറിയിട്ടിരിക്കുന്നത് പോലെ അവരുടെ അസ്ഥികൾ പാതാളവാതിൽക്കൽ ചിതറിക്കിടക്കുന്നു. ദൈവമായ കർത്താവെ, എൻ്റെ ദൃഷ്ടി അങ്ങയുടെ നേരെ തിരിഞ്ഞിരിക്കുന്നു. അങ്ങയിൽ ഞാൻ അഭയം തേടുന്നു. എന്നെ നിരാധാരനായി ഉപേക്ഷിക്കരുതേ. അവർ എനിക്കൊരുക്കിയ കെണികളിൽ നിന്നും ദുഷ്കർമ്മികൾ വിരിച്ച വലകളിൽ നിന്നും എന്നെ കാത്തുകൊള്ളണമേ. ദുഷ്ടർ ഒന്നടങ്കം അവരുടെ തന്നെ വലകളിൽ കുരുങ്ങട്ടെ, എന്നാൽ ഞാൻ രക്ഷപ്പെടട്ടെ. ദൈവജനമേ, സങ്കീർത്തനം 141 അധ്യായത്തിലെ ദാവീദിൻ്റെ എളിയ പ്രാർത്ഥന നമ്മുടെ ആധുനിക കാലഘട്ടത്തിലും വളരെ പ്രസക്തമാണ്. ഇത് വെറും വാക്കുകളല്ല, മറിച്ച് ഹൃദയത്തിൻ്റെ അഗാധമായ ഒരു നിലവിളിയാണ്. നമ്മുടെ നാവ് കൊണ്ട് നാം പാപം ചെയ്യാതിരിക്കേണ്ടതിനും നമ്മുടെ ജീവിതം ദൈവത്തിന് ഏറ്റവും പ്രസാദകരമായ ഒരു യാഗമായി തീർക്കേണ്ടതിനുമുള്ള ഒരു മനോഹരമായ ആഹ്വാനം. സങ്കീർത്തനത്തിൻ്റെ പ്രധാന ഉൾക്കാഴ്ച തൻ്റെ അധരങ്ങൾക്ക് കാവൽ വയ്ക്കണമേ എന്നുള്ളതാണ്. വാക്കുകളുടെ ശക്തിയും അതിലൂടെ ഉണ്ടാകാവുന്ന വീഴ്ചകളെയും കുറിച്ചുള്ള ആഴത്തിലുള്ള ബോധ്യം ഇതിൽ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ സംസാരം ക്രിസ്തീയ ജീവിതത്തിൽ എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നു എന്ന് ഈ സങ്കീർത്തനം വിളിച്ചോതുന്നു. നമ്മുടെ നാവ് കർത്താവിനെ സ്തുതിക്കാൻ, ദൈവത്തെ സ്തുതിക്കുവാനാണോ ദൈവം നമുക്ക് നൽകിയ നാവ് നാം വിനിയോഗിക്കുന്നത് എന്ന് ഓരോ നിമിഷവും പുനർപരിശോധിക്കാം. സഹോദരങ്ങളെ, ഈ സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ ദാവീദ് വലിയ പീഡനങ്ങളിലൂടെ കടന്നു പോവുകയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സൗൽ രാജാവിൻ്റെ അന്യായമായ പീഡനങ്ങൾ കാരണം മരുഭൂമിയിലൂടെ ഓടി നടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ദാവീദിന്. തൻ്റെ ശത്രുക്കൾ ദുഷ്ടത പ്രവർത്തിക്കുമ്പോഴും അവരുടെ തിന്മയിൽ പങ്കാളികത ആകാതിരിക്കാൻ ദാവീദ് പ്രത്യേകം ശ്രദ്ധിച്ചു. തൻ്റെ ശത്രുക്കളുടെ വിഭവസമൃദ്ധമായ ഭക്ഷണം നിരസിച്ചുകൊണ്ട് തിന്മയുടെ പ്രലോഭനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള തൻ്റെ ദൃഢനിശ്ചയം ദാവീദ് പ്രകടിപ്പിക്കുന്നതായി നാം വായിക്കുന്നു. ഈ പ്രാർത്ഥന, ഈ പ്രവൃത്തി പുറമേ നിന്നുള്ള ആക്രമണങ്ങളെക്കാൾ ആത്മീയമായ വീഴ്ചയിൽ നിന്നുള്ള സംരക്ഷണത്തിന് ഉതകുന്നതായിരുന്നു. ഇന്നത്തെ നമ്മുടെ പാപമംഗലമായ ലോകത്ത് ഈ സങ്കീർത്തന ഭാഗം വളരെ പ്രസക്തമാണ്. സോഷ്യൽ മീഡിയയുടെയും നിരന്തരമായ ഓൺലൈൻ ഇടപെടലുകളുടെയും ഈ കാലത്ത് നാവ് വഴിയുള്ള പാപത്തിൽ അതിൻ്റെ സാധ്യതകൾ എത്രയോ വലുതാണ്. ഒരു നിമിഷത്തെ ദേഷ്യത്തിൽ നാം അയക്കുന്ന സന്ദേശങ്ങൾ, നാം പറയുന്ന കടുത്ത വാക്കുകൾ, മറ്റുള്ളവരുടെ സൽപ്പേരിനെ കളങ്കപ്പെടുത്തുന്ന പരദൂഷണങ്ങൾ, ഇതെല്ലാം സങ്കീർത്തകൻ ഭയപ്പെട്ട അധരങ്ങളുടെ കാവൽ ആവശ്യമായിരിക്കുന്ന സാഹചര്യങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നാം അറിയാതെ തന്നെ
ദുഷ്ടരുടെ വിഭവസമൃദ്ധമായ ഭക്ഷണത്തിൽ പങ്കാളികളാകുന്നുണ്ടോ എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കണം. നമുക്ക് ഒരേ സമയം നമ്മളുടെ അപ്പൻ്റെ മേൽ നിന്നും സാത്താൻ്റെ മേശമേൽ നിന്നും ഭക്ഷിക്കാൻ സാധിക്കില്ല എന്നോർക്കാം. ഒരേ സമയത്ത് 2 യജമാന്മാരെ നമുക്ക് സേവിക്കാൻ സാധിക്കില്ല. ഈ സങ്കീർത്തനം സഹോദരങ്ങളെ പുതിയ നിയമത്തിലേക്ക് വഴി തുറക്കുമ്പോൾ കർത്താവായ യേശുവിൻ്റെ ജീവിതമാണ് നമുക്ക് ഏറ്റവും വലിയ മാതൃക. അവിടുന്ന് പാപമറിയാത്തവനായിരുന്നിട്ടും പീഡന സമയത്ത് പോലും ഒരു വാക്ക് പോലും അനാവശ്യമായി ഉച്ചരിച്ചില്ല എന്ന് 1 പത്രോസിൻ്റെ 2:23 നാം വായിക്കുന്നു. അവിടുത്തെ അധരങ്ങളിൽ വഞ്ചന ഉണ്ടായിരുന്നില്ല. യേശുവിൻ്റെ ജീവിതം ഈ സങ്കീർത്തനത്തിൻ്റെ പൂർണ്ണമായ പൂർത്തീകരണമാണ്. അവിടുന്ന് സ്വയം ഒരു യാഗമായി അർപ്പിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി കാൽവരിയിൽ രക്തം ചൊരിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതവും ദൈവത്തിന് സ്വീകാര്യമായ ഒരു യാഗമായി അർപ്പിക്കാൻ നമ്മെ പഠിപ്പിച്ചു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വപൂർണ്ണമായ 2ാം വരവിനായി നാം ഒരുങ്ങിയിരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു സഹോദരങ്ങളെ. ആ ദിവസം നാം ലജ്ജിതരാകാതെ അവിടുത്തെ എതിരേൽക്കണമെങ്കിൽ നാം നമ്മുടെ ജീവിതം വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കണം. ബി ഹോളി ആസ് ഐ ആം എന്നാണ് കർത്താവ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും കർത്താവിൻ്റെ വരവിനായി നമ്മെ സജ്ജരാക്കുന്നതാകട്ടെ. ഹൃദയത്തിൻ്റെ നിറവിൽ നിന്ന് അധരം സംസാരിക്കുന്നു എന്ന് വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നില്ലേ? നമ്മുടെ ഹൃദയത്തിൽ വിശുദ്ധിയാണെങ്കിൽ അത് നാവിൻ തുമ്പത്ത് പ്രതിഫലിക്കും. അശുദ്ധിയാണെങ്കിൽ അതുപോലെ തന്നെ. പാപത്തിൻ്റെ എല്ലാ പ്രലോഭനങ്ങളിൽ നിന്നും പ്രത്യേകിച്ചും നാവ് വഴിയുള്ള വീഴ്ചയിൽ നിന്നും നാം അകന്നു നിൽക്കണം. നമ്മുടെ കർത്താവിൻ്റെ വരവ് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം. അതിനാൽ പ്രാർത്ഥനയും നിതാന്ത ജാഗ്രതയുമായി നമുക്ക് കാത്തിരിക്കാം. സങ്കീർത്തകൻ്റെ അതേ വാക്കുകളിൽ നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ പ്രാർത്ഥന അങ്ങ് കേൾക്കണമേ. ദൈവഹിതമനുസരിച്ച് ജീവിച്ച് നിത്യരക്ഷ പ്രാപിപ്പാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. ഓരോ ദിവസവും ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. അവിടുത്തെ വെളിച്ചം നമ്മുടെ പാതയിൽ പ്രകാശിക്കട്ടെ. കർത്താവിനെ അറിയാത്ത ഒരു വ്യക്തിക്കെങ്കിലും ഈ വചനധ്യാനം ഒരു സുവിശേഷ വേലയായി പങ്കുവയ്ക്കുമല്ലോ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.